പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകി. ആമേൻ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നവൻ ആദരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ ആമേൻ പതിവ് പോലെ ആമേൻ വിവിധ ഇടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പലരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കാൻ ഇടയായി തീർന്നു. കൃപയാൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 39ാമത്തെ രാത്രിയിൽ ആമേൻ ദൈവസന്നിധിയിൽ അല്പം വൈകിയാണെങ്കിലും ലൈവിലേക്ക് എത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ സഹായിച്ച ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 39 പകലിലും എന്നോട് കൂടെയിരുന്ന് എന്നെ ശക്തീകരിച്ച കർത്താവ് ഇന്ന് രാത്രിയിലും ബലത്തോടെ ആമേൻ ഒരുമിച്ചായിരിക്കാൻ ഇടയാക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നാളിതുവരെ ദൈവം അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്താൽ ആമേൻ മൗനമായി ഇരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും സന്തോഷമുള്ളവർ, ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്നവർ ആമേൻ ആമേൻ സന്തോഷത്തോടെ കരങ്ങളടിച്ച കർത്താവിനെ സ്തുതിച്ചാട്ടെ. കുതിരയുടെ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ പുതിയ സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനാകട്ടെ. ഹല്ലേലൂയ. ഓ ദീപാലാഭ ശാന്തരാധന ദീപൽ പ്രൗഢവനഗസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും ഒക്കെ അനേകരെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആമേൻ ഇന്നു പകലിലും ആമേൻ ഒതുക്കിയപ്പോൾ, തകർത്ത് കളഞ്ഞപ്പോൾ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരം ആമേൻ നിനക്ക് അനുകൂലമായി ചലിച്ചെങ്കിൽ, ആയിരുന്നെടുത്ത് അങ്ങ് സൂക്ഷിച്ചെങ്കിൽ, കൊയ്തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വധിക്കുന്നത് പോലെ ആമേൻ ഇന്ന് പകലിലോ ആമേൻ ദൈവം സൂക്ഷിച്ചെങ്കിൽ, ദൈവം പരിപാലിച്ചെങ്കിൽ, ദൈവം വിടുവിച്ചെങ്കിൽ, ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് രാത്രി ആമേൻ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത് ഏറെ നന്നെന്ന് പറയുവാൻ ഇടയാകത്തക്ക വിധം പ്രവർത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി ചലിക്കേണ്ടതിനാൽ, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുവാൻ കൊണ്ട് ഇടയാകേണ്ടതിനാൽ, ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായി, ഹല്ലേലൂയ. ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും അനേകർക്ക് ആശ്വാസമായി വിടുതലായി തീരുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്. കുടുംബമായി കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, കഴിഞ്ഞ 39 പകലും ഈ 39 രാത്രി സമയത്ത് കർത്താവിന്റെ തിരു സാന്നിധ്യം അടിയനോട് കൂടെ ഇരുന്ന് ശരീരാത്മതികൾ ബലപ്പെടുത്തി ആമേൻ അടിയന്റെ പ്രിയപ്പെട്ട ആമേൻ ഒടുവിലത്തെ ചില ദിവസങ്ങളിൽ ഉപവാസത്തോടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. അടിയനോട് ഒരുമിച്ച് കർത്താവെ കണ്ണൂരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും കർത്താവെ വിശേഷ പ്രിയ മമ്മിയും ആമേൻ 7 ദിവസമായി ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾക്കല്ല ഗോവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമ മഹത്വത്തിനായി ആമേൻ അധികമായി കർത്താവിനെ ഉയർത്തുവാൻ, ശുശ്രൂഷയിൽ കർത്താവെ ഉയർന്നു വരുവാൻ, അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ ഒന്നും കൂടെ ആമേൻ ദൈവ കരങ്ങളിലേക്ക് ആഴമായി സമർപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് നന്ദി പറയുന്നു. ആമേൻ ഇന്ന് രാത്രി അത് ഞങ്ങളെ ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുത്തക്ക വിധത്തിൽ ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. നമുക്കറിയാവുന്ന ഒരു പാട്ട് ചേർത്ത് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ആമേൻ നാം ഇന്ന് രാത്രി ദൈവം നൽകിയ വചനം ഒരുമിച്ച് ചിന്തിച്ച് ആമേൻ ഈ കൂട്ടായ്മ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ അല്പം വൈകിയെങ്കിലും കൃത്യം ആമേൻ സമയത്ത് തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കാം. കർത്താവിൽ സന്തോഷം പവനൻ ബലം പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സങ്കേതം വിശ്രാമ കാൽത്തോറും അവനെന്റെ സർവ
അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമമാക്കും. അവനെന്റെ സർവ്വവുമേ. ബലഹീനനെന്നു ഞാൻ കരുതിയാൽ അന്നാളിനവനോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയാൽ അന്നാളിനവനോടു ചൊല്ലി. ശക്തനാകുന്നവൻ ബലം തരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ശക്തനാകുന്നവൻ ബലം തരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് ഇന്ന് രാത്രി വിശ്വാസത്തോടെ എത്ര ചേർന്നതാണോ നിന്നെ ഒറ്റയ്ക്കായിരിക്കുമോ, നീ ഏകനായിരിക്കുമോ, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന ഓ നല്ല കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയതാൽ അന്നാളിനവനോടു ചൊല്ലി. ഇന്ന് രാത്രി അസാധ്യമെന്ന് തോന്നുന്ന മേഖലയെ സാധ്യമാക്കുന്ന ദൈവം കൂടെയുണ്ട്. മനുഷ്യരാത സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാത സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. സന്തോഷം അവനെന്തല പാടി കാക്കുന്ന അവനെന്തല. അവനെന്റെ സങ്കേതം അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമമാക്കും. അവനെന്റെ സർവ്വവുമേ. നിന്നീരെന്തോ ഞാൻ കരുതിയതാൽ അന്നാളിനവനോടു ചൊല്ലി. നിന്നീരെന്തോ ഞാൻ കരുതിയതാൽ അന്നാളിനവനോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട നിന്റെ മാനിക്കുന്ന നിന്നോട് ഓ നിന്നെ മാനിക്കുന്നവൻ കൂടെയുണ്ട്. തിരിച്ചറിയുന്നവർക്കാർക്ക് പാടി ആരാധിച്ചാൽ കൂടെയുണ്ട്. കർത്താവിൻ സന്തോഷം അവനെന്തല പാടി പാട്ടുന്ന അവനെന്തല. അവനെന്റെ സന്തോഷം വിശ്രാമമാക്കും. അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമമാക്കും. അവനെന്റെ സർവ്വവുമേ. ശരീരമില്ലെന്നു കരുതിയതാൽ അന്നാളിനവനോടു ചൊല്ലി. ശരീരമില്ലെന്നു കരുതിയതാൽ അന്നാളിനവനോടു ചൊല്ലി. നിത്യമസേവക നിന്നെ സേവിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. നിത്യമസേവക നിന്നെ സേവിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് സന്തോഷം അവനെന്തല പാടി പാട്ടുന്ന അവനെന്തല. അവനെന്റെ സന്തോഷം വിശ്രാമമാക്കും. അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സന്തോഷം വിശ്രാമമാക്കും. അവനെന്റെ സർവ്വവുമേ. കർത്താവ് സന്തോഷം അവനെന്തല പാടി പാട്ടുന്ന അവനെന്തല. അവനെന്റെ സങ്കേതം വിശ്രാമമാക്കും. അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമമാക്കും. അവനെന്റെ സർവ്വവുമേ. അവൻ നിന്നിതനെന്ന് ആ
ആമേൻ ഞാനും നിങ്ങളും കരുതിയപ്പോൾ ഹല്ലേലൂയ ആമേൻ നിന്ദിക്കപ്പെടുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ നിവർന്ന് നിൽക്കുവാൻ തക്കവണ്ണം കൂടെയിരിക്കുന്നവൻ, അത് ക്ഷീണിച്ചു പോകണ്ട ആമേൻ എന്നെയും നിങ്ങളെയും മാനിക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ ആമേൻ പലപ്പോഴും ചിന്തിച്ചില്ലേ സ്നേഹിതരില്ലെന്ന്? ഹല്ലേലൂയ പലപ്പോഴും ആമേൻ കരഞ്ഞില്ലേ എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന്, എന്നെ കാണുവാൻ ആരുമില്ലെന്ന്? അന്നാളിൽ ആമേൻ ആ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച ആ സ്നേഹവാനായ ദൈവം ഹല്ലേലൂയ കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തി. പല നാൾ കരുതിയില്ലേ? ഹല്ലേലൂയ ബലഹീനനെന്ന് തോന്നിയില്ലേ? അസാധ്യമെന്ന് തോന്നിയില്ലേ? ആമേൻ അവിടെയെല്ലാം ആമേൻ നിന്നോട് കൂടെ ഇരുന്ന് നാളിതുവരെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കാലം ഇന്ന് രാത്രിയിലും ആമേൻ വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ നിന്നയുടെ നടുവിൽ ആമേൻ ആകുലരായി ബലഹീനരായി ഹല്ലേലൂയ അസാധ്യമെന്ന് പറഞ്ഞു ഒതുങ്ങിപ്പോകുവാൻ ശത്രു നിന്റെ കാതുകളിൽ ആമേൻ മന്ത്രിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ആ മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഉയരത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ ആമേൻ യഹോവയുണ്ടാക്കിയ ദിവസമാ ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. ഹല്ലേലൂയ നമ്മുടെ ബലം കർത്താവാണ്. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ടല്ല, നാം നേടിയെടുത്ത നന്മ കൊണ്ടല്ല. ആമേൻ അതെ കർത്താവിന്റെ അമിതമാകുന്ന ശക്തി. ഹല്ലേലൂയ വചനം വായിക്കും തോറും ആരാധിക്കും തോറും പ്രാർത്ഥിക്കും തോറും ഒരു ഭക്തന്റെ മേൽ ഉയരത്തിൽ നിന്ന് ആമേൻ അതെ പകരുന്ന ആമേൻ സ്വർഗീയ ആമേൻ ശക്തി ആമേൻ സ്വർഗീയ അഭിഷേകം ആമേൻ ഒരു വ്യക്തിയെ പ്രതികൂലത്തിന്റെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ തകർന്നു പോകുവാൻ അനുവദിക്കുന്നതല്ലല്ലോ. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ ഹല്ലേലൂയ ആദരങ്ങളെ തുറന്ന നന്ദിയോടെ അതേ വചനം പറയുന്നു. ഓ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കോ. ഹല്ലേലൂയ ആരുമില്ലെന്ന് തോന്നുമ്പോൾ കഷ്ടമാണ്, വേദനയാണ്, നിരാശയാണ്, ആകുലതയാണ്, ഒറ്റപ്പെടലാണ്. ഓ പലനാൾ കരുതി ഞാൻ ഏകനാണെന്ന് അന്ന് ആമേൻ കൂടെ ഇരുന്നവർ ഇന്നും കൂടെയുണ്ട്. ഹല്ലേലൂയ ബലഹീനനാണെന്ന് ആമേൻ കരുതിയ നാളിൽ ഹല്ലേലൂയ അരുളി ചെയ്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ഒറ്റക്കായിരിക്കുന്നതിന്റെ ശക്തീകരിപ്പാൻ അതേ ശക്തിയുള്ള വചനം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേൾപ്പിക്കുവാൻ അവസരമൊരുക്കിയ സർവകൃപാലുവായ ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്ന് ഓ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നവർ, അസാധ്യമായ മേഖലകളെ സാധ്യമാക്കുന്നവർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആമേൻ നിന്റെ മുമ്പിൽ അസാധ്യതകൾ മാത്രമാണ് നീ കാണുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ആമേൻ, കുടുംബ ജീവിതത്തിൽ, സാമ്പത്തിക മേഖലയിൽ ആമേൻ അതെ മുൻപോട്ടുള്ള ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആമേൻ അസാധ്യതകൾ മാത്രമാണോ നിനക്ക് കാണുവാൻ കഴിയുന്നത്? ആമേൻ അതിന്റെ നടുവിൽ നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? സഹായിക്കാൻ ആരുമില്ല, സംരക്ഷിക്കുവാൻ ആരുമില്ല, ഉയർത്തുവാൻ ആരുമില്ല എന്ന് തോന്നൽ നിന്റെ അകത്ത് വന്ന് പിശാച് നിന്നെ നിരാശപ്പെടുത്തി ഒതുക്കിയിരിക്കുകയാണോ? ഇന്ന് രാത്രി നിന്റെ ബൗണ്ടറി പൊട്ടി ആമേൻ നീ ആമേൻ വിശാലതയിലേക്ക് ഉയർന്നു വരത്തക്ക വിധത്തിൽ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ ലോകപ്രകാരം ജീവിക്കുന്നവരുടെ കൂടെ അല്ല കേട്ടോ, ദുഷ്ടന്മാരുടെ കൂടെ, പാപികളുടെ കൂടെ, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നവരുടെ കൂടെ അല്ല കേട്ടോ. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം പാലസ്തീൻ ആമേൻ മണ്ണിൽ ആമേൻ പാലസ്തീൻ മധ്യസ്ഥാനിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക നാം ആമേൻ ധരിച്ചുകൊണ്ട് കർത്താവായ യേശു ജനിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട്. ഹല്ലേലൂയ സ്നേഹിത താങ്കൾക്കും വേണ്ടിയാ യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. മാതാവേ നിങ്ങൾക്കും വേണ്ടിയാ, കുഞ്ഞെ നിങ്ങൾക്കും വേണ്ടിയാ. ഇന്ന് വരെ ആ സ്നേഹം അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ കരുതൽ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആമേൻ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത, ആമേൻ ഒറ്റയ്ക്കാണെന്നുള്ള ആകുലത, ആമേൻ അസാധ്യമാണെന്ന് തോന്നൽ ആമേൻ നിന്റെ ജീവിതത്തിൽ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നീ ഒറ്റയ്ക്കല്ല. നിന്റെ കൂടെ എല്ലാ നാളും ഇരിക്കുവാൻ ആമേൻ
ആമേൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നീ വിശ്വസിക്കുക. നീ ഒറ്റയ്ക്കായിരിക്കുവാൻ ഇടയാകത്തില്ല. നിന്നോട് കൂടെ ആമേൻ അതെ അനേകര് ആമേൻ അതെ ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരു കൂട്ടായ്മയിലേക്ക് നിന്നെ നയിപ്പാനാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതെ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ആമേൻ ദുഃഖത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആ യേശുവിനെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ പറഞ്ഞല്ലോ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന്. ഇന്ന് രാത്രിയിലും കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന നിന്റെ കൂടെ അവനുണ്ട്. ചില കഷ്ടങ്ങൾ, ചില വേദനകൾ, ചില നിരാശകൾ നിന്റെ ജീവിതത്തിൽ അനുവദിച്ചു വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്കായ തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്ത. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രിയിലും ആമേൻ ഈ വചന ശുശ്രൂഷയുമായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി ആമേൻ പ്രവേശിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ഒരു ചോദ്യത്തോടു കൂടെയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവൻ നിങ്ങളോട് കൂടുതൽ അടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരാണവൻ? സ്വർഗത്തിലെ ആമേൻ ദൈവം കൂടുതലായി അടുത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ നിങ്ങളോട് കൂടുതലായി അടുത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം എന്നോട് അടുത്തു വരണം? ഹല്ലേലൂയ. എന്റെ ദൈവം എന്നോട് അടുത്തു വരണം. അവൻ ഞാൻ അടുക്കുന്നതിനേക്കാൾ അധികം എന്റെ ദൈവം എന്നോട് അടുത്തു വരണം. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഇന്ന് രാത്രിയിൽ അവൻ ഈ വചനം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. കഷ്ടതയുടെ നടുവിലാണോ, വേദനയുടെ നടുവിലാണോ, നിരാശയുടെ നടുവിലാണോ, ഏത് അനുഭവത്തിലായാലും ഇന്ന് രാത്രി കേൾക്കുന്ന വചനം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നതാ. ആമേൻ. നിങ്ങൾ അടുക്കുവാൻ മനസ്സ് വെക്കുന്നുവെങ്കിൽ നിങ്ങൾ ആമേൻ തീരുമാനം എടുക്കുന്നതിന് മുൻപേ ആമേൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ ആശീർവദിക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അതേ വിശ്വസിക്കുന്നവർക്ക് അതേ വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്നമേ അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഓ അത് അനുഭവിക്കുന്നവർ ഓ കലമടിച്ച് ഇന്ന് രാത്രി ആമേൻ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത വിധത്തെ പരിശുദ്ധാത്മാവ നദിയിലൂടെ നീന്തുവാൻ തക്കവണ്ണം കൊതിക്കുന്നവർ ആമേൻ അകത്തെ മനുഷ്യനെ ആമേൻ ഉണർത്തിക്കൊണ്ട് ദൈവത്തോട് അടുപ്പിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനത്തിന്റെ ശക്തി ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, ഏത് നിരാശയിലായിരുന്നാലും, ഏത് കിടക്കയിലായിരുന്നാലും ഇന്ന് രാത്രി ആ ശക്തി നിന്റെ മേൽ അയക്കുവാൻ ദൈവശക്തരാണ്. ഹല്ലേലൂയ. വായിക്കാം. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 34:18. ഒരു പക്ഷേ വചനം അറിയുന്നവർക്ക് ആമേൻ ഇത് ബൈഹാർട്ടായിരിക്കാം, കേട്ട് തഴമ്പിച്ചതായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി വായിച്ചു ആമേൻ തഴമ്പിച്ച വചനമായി ആമേൻ ഒക്കെ ഉണ്ടെങ്കിലും കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്ന ചില വ്യക്തികൾ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അവരോട് കൃത്യമായി ഇടപെടുവാൻ പോകുകയാണ്. ആമേൻ. ദൈവം ആരെന്നറിയാതെ ജീവൻ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ട് കണ്ണുനീരും ദുഃഖവും മാറുന്നില്ലെന്നോ എന്ന് ചിന്തിച്ച് നിരാശയോടായിരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി സമസ്ത മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ പോകുകയാണ്. വായിച്ചായി ആ കരമടിച്ച് ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട് അടുത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കരം കൊടുത്ത് പറ, ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ അടുത്ത് വരികയാ. ഹല്ലേലൂയ. അവൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നുറുങ്ങിയിരിക്കുന്ന, തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് ആമേൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. തകർന്ന ഹൃദയമുള്ളവർക്ക് യഹോവ സമീപിച്ചിരിക്കുന്നു. അതേ നിന്റെ ജീവിതത്തിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിന്റെ ഹൃദയം തകർന്നിരിക്കും
പ്രാർത്ഥിക്കുമ്പോഴാ, എന്തിനാ കർത്താവേ ഈ വേദന, എന്തിനാ ഈ കഷ്ടത, എന്തിനാ ഈ ഞെരുക്കം, എന്തിനാ പ്രതികൂലം? ദൈവത്തിന്റെ പൈതലേ, നീ ഹൃദയം തളർന്നിരിക്കുമ്പോൾ ദൈവത്തിന് നിന്റെ അടുക്കിലേക്ക് വരുവാനുള്ള ഒരു വഴിയായി നീ അത് കാണുക. എന്തിനാ ലോകത്തിൽ ആര് വന്നാലും അത്രയും മാത്രം സന്തോഷിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. മനുഷ്യനെ കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ആഴത്തിലുള്ള വേദന, ആഴത്തിലുള്ള ദുഃഖം, ആഴത്തിലുള്ള ഞെരുക്കം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണെന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇന്ന് രാത്രി ദൈവ പൈതലേ നിന്റെ കാതുകളിൽ കേൾക്കുന്നത് നീ വിശ്വസിക്കുക. തകർന്നിരിക്കുന്ന നിന്നെ രക്ഷിക്കുവാൻ ഉലകത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോ ഉലകത്തിൽ അതേ പിതാവായ ദൈവം അയച്ച യേശുവിന് നിന്നെ രക്ഷിക്കുവാൻ ശക്തിയുണ്ട്. അവൻ ഇന്നും രാത്രി അതേ നിന്റെ സമീപത്തേക്ക് വചനമായവൻ അതേ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവം തകർന്നിരിക്കുന്നവനെ രക്ഷിക്കുന്നു. ആമേൻ. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് സമീപസ്ഥൻ. ഹല്ലേലൂയ, ആമേൻ. മനുഷ്യരിൽ ഈ അവസ്ഥ കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഏതവസ്ഥ? നുറുങ്ങിയിരിക്കുന്ന, തകർന്നിരിക്കുന്ന. എപ്പോഴും സന്തോഷത്തോടെയാണെങ്കിൽ ആമേൻ ദൈവത്തിന് നിങ്ങളുടെ അരികിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ആമേൻ. അതെ, ചോദിക്കും, എപ്പോഴും സന്തോഷമായാൽ എന്താ ദൈവത്തിന് വരാൻ പറ്റാത്തത്? വചനം പറയുന്നു, ആമേൻ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ എന്ത് ചെയ്യാം? സമീപസ്ഥനാ. അപ്പൊ ദൈവ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇടയ്ക്ക് എന്ത് ചെയ്യും? ആമേൻ, ഹൃദയം നുറുങ്ങുന്ന അവസ്ഥ വരും. അതെങ്ങനെയാ? ഹല്ലേലൂയ. ആത്മഭാരം നിനക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ഹൃദയം നുറുങ്ങുമെന്ന്. കാരണം ആയിരങ്ങളാ ഒരു ദിവസം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. കൂടപ്പറപ്പിന് എന്തെങ്കിലും വരുമ്പോ, ആമേൻ, മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോ, ഹല്ലേലൂയ, വേദനിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെ വേദനിക്കുന്നവരാ ലോകത്തിലുള്ള എല്ലാവരും. ആമേൻ. അവനവന്റെ മക്കൾക്ക്, അവനവന്റെ കൂടപ്പറപ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ വേദനിക്കാത്ത ആരാ ഉള്ളേ? ഹല്ലേലൂയ. എന്നാൽ ആത്മഭാരം എന്ന് പറയുന്നത് കൂടപ്പറപ്പിന് വരുമ്പോഴല്ല, ഉലകത്തിൽ ഒരാത്മാവ് ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ ആത്മഭാരമുള്ളവന്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവം സമീപത്ത്. ഹല്ലേലൂയ, മുഴുവൻ മാനവരാശിയുടെ പാപത്തിന്റെ ആമേൻ അതേ പരിണത ഫലം അനുഭവിക്കുവാൻ ഹൃദയം തകർക്കപ്പെട്ടവനായി ഹല്ലേലൂയ ഉലകത്തിലേക്ക് ഇറങ്ങി വരുവാൻ സ്വയം സമർപ്പിക്കപ്പെട്ടവനായ ക്രിസ്തു ഹല്ലേലൂയ ആമേൻ അവനെ ആമേൻ ഉലകത്തിൽ ഉയർത്തുവാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ അതേ മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് ഇന്ന് രാത്രി. ആമേൻ. നിന്റെ ഹൃദയം ഏത് വിഷയത്തിലാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്? ആമേൻ. ആമേൻ. എടുത്ത കടം തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണോ? ആമേൻ. അതെ. ആമേൻ. ആഹാരത്തിന് വകയില്ലാഞ്ഞിട്ടാണോ? ആമേൻ. കൂടപ്പുറപ്പിന് ആമേൻ അതെ ഹല്ലേലൂയ കർത്താവിന്റെ ആമേൻ അതെ ആ സന്നിധിയിൽ ആമേൻ ഹൃദയ നുറുക്കത്തോടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ ആമേൻ. ഹൃദയ നുറുക്കത്തോടായിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ ആമേൻ. മനുഷ്യരിൽ ഈ അവസ്ഥ കാണുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇത് അങ്ങനെയാണെങ്കിൽ സമീപസ്ഥനായ ദൈവം അതേ നിന്റെ അരികിൽ വന്ന് ആമേൻ ഹല്ലേലൂയ തകർന്നിരിക്കുന്ന നിന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ആമേൻ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഇന്ന് അവരുടെ ഹൃദയത്തിന് അതെ ചൈതന്യം വരുത്തുവാൻ ഇന്ന് രാത്രി ഒരു ചൈതന്യം നീ ആഗ്രഹിക്കുന്നുണ്ട്. ഓ താഴ്മയുള്ളവനാൽ വിനയമുള്ളവനാൽ നീ ജീവിക്കുവാൻ സ്വയം സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് ചൈതന്യം വരുത്തുവാൻ മനസ്താവും മനോവിനയമുള്ളവരോടുകൂടെ ഓ വസിക്കുന്നവനുമായ കർത്താവ് ഇന്ന് രാത്രി നിന്റെ കൂടെ ആവേ ജീവിക്കുവാൻ നിന്റെ കൂടെ നടക്കുവാൻ നിന്നെ നയിക്കുവാൻ തക്കവണ്ണം ആവേ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ അത് എളിയവരോട്
യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവ് ആത്മാവ് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ ആത്മാവ് നിന്റെ മേലുണ്ടോ? ആമേൻ. ഹൃദയം ആമേൻ തകർന്നിരിക്കുന്നവരെ മുറികെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. ഹല്ലേലൂയ. ഈ ആത്മാവിന് എന്തിനാ തന്നിരിക്കുന്നത്? ആമേൻ. ഈ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി. ആമേൻ. അങ്ങനെ കാണിക്കുന്ന ദൈവം, മനസ്സലിയുന്ന ദൈവം. ആമേൻ. അരിഷ്ടനായവനോട്, മനസ്സ് തകർന്നവനോട്, വചനത്തിന്റെ മുമ്പാകെ വിറയ്ക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായിരിക്കുന്ന കർത്താവ് നിന്റെ കർഷതയിൽ കൈവിടത്തില്ല, നിന്റെ കണ്ണുനീരിൽ കൈവിടത്തില്ല, നിന്റെ നിന്നെ കൈവിടത്തില്ല. ലോകം നിന്നെ കൈവിട്ടേക്കാം, ഉറ്റമക്കളുടെ കൈവിട്ടേക്കാം, ഉച്ചിച്ച് തള്ളിയേക്കാം. നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുവാൻ, സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ ആമേൻ കഴിയുന്ന ഒരുവനെയുള്ളൂ. അത് പിതാവായ ദൈവത്തെ ഈ ഭൂമിയിലായിരിക്കുന്നവർക്ക് വെളിപ്പെടുത്തുവാൻ ഇഹത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു എന്ന് പറഞ്ഞ യേശു ആര് വിളിക്കും? ഹല്ലേലൂയ. യേശുവിലൂടെ ആര് പിതാവിനെ വിളിക്കും? ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണെന്ന് നാം കേട്ടു. ഇവിടെ നാം കാണുന്നു സത്യമായി. ആമേൻ. ഹൃദയം നുറുക്കിയിരിക്കുമ്പോ എങ്ങനെയെങ്കിലും വിളിച്ചാലൊന്നും ദൈവം കേൾക്കത്തില്ല. ഉലകത്തിൽ വെളിപ്പെടുത്തുവാൻ ഇറങ്ങി വരുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ചവർ, തന്നെ കണ്ടവർ, തന്നെ കേട്ടവർ എല്ലാം കേൾക്ക് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വഴിയാ, ഞാൻ സത്യമാ, ഞാൻ ജീവനാ. ഹല്ലേലൂയ. എവിടത്തേക്കുള്ള വഴി? സ്വർഗത്തിലേക്കുള്ള വഴി. അവരെന്ത് ചെയ്യും? സാധിപ്പിക്കും. പലർക്കും ഭയങ്കര ആഗ്രഹമാണ് അല്ലെ? ഒരു വീട് വേണം, ഒരു കാറ് വേണം, ആമേൻ, ഒരു വിവാഹം വേണം, ഒരു ജോലി വേണം, ആമേൻ, ശുശ്രൂഷ വേണം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ള? ആമേൻ. എന്റെ മക്കളാണെങ്കിൽ, മൂത്തവളാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എന്നോട് പറയും. ആമേൻ. സത്യമറിഞ്ഞ് ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആഗ്രഹം ആമേൻ സാധിപ്പിച്ചു തരുമെന്നും പറഞ്ഞ് നിലവിളിക്കാതിരിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്തനല്ലേ? ആമേൻ. വചനം എന്താ പറയുന്നത്? തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്നു. അതുകൊണ്ട് രാവിലെ ആമേൻ കഴിച്ചു, പിന്നെ ധരിച്ചു, പിന്നെ കിടന്നു, പിന്നെ നടന്നു. നിലവിളിക്കാ നിലവിളിക്കാ എഴുന്നേറ്റു നിലവിളിക്കാ രാക്കാലങ്ങളിൽ വ്യാപാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഒരു ദൈവിക ബന്ധമാണ് ആമേൻ എന്നതിൽ അതിശക്തിയില്ല. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവവും ആമേൻ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വേർതിരിക്കപ്പെട്ട ദൈവമക്കളും തമ്മിൽ ബന്ധമാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അകത്ത് കയറാൻ പറ്റത്തില്ല. എന്നാൽ വിശ്വസിക്കുന്ന ഒരുവന്റെ അകത്ത് കർത്താവിന് വരുവാൻ കഴിയും. ഹല്ലേലൂയ. അതെങ്ങനാന്ന് ചോദിച്ചാ, നീ പാപം ഏറ്റു പറഞ്ഞ് അവനെ ഒന്ന് വിളിക്ക്, അവൻ നിന്റെ അകത്ത്